ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 94-ാം വാർഷികാഘോഷം ആരവം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ചു. നാടകകൃത്തും തിരക്കഥാകൃത്തുമായ ഫ്രാൻസിസ് ടി മാവേലിക്കര ഉദ്ഘാടനം നിർവഹിച്ചു. ചെട്ടികുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 94-ാമത് വാർഷികാഘോഷം ആരവം 2026 എന്ന പേരിൽ സംഘടിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് S. സദാശിവൻ അധ്യക്ഷനായി. പ്രശസ്ത നാടകകൃത്തും തിരക്കഥാകൃത്തുമായ ഫ്രാൻസിസ് ടി മാവേലിക്കര ഉദ്ഘാടനവും പ്രാർത്ഥനാ ഗീതത്തിന്റെ പ്രകാശനവും നിർവഹിച്ചു. ഈ 12 വർഷം സ്കൂളിൽ പഠിച്ചിട്ട് എനിക്കൊരു കൂട്ടുകാരനില്ല, കൂട്ടുകാരിയില്ല. ഞാൻ +1-നും +2-നും ഡിഗ്രിക്കും പഠിക്കാൻ വന്നിടത്ത് മാത്രമേ എനിക്ക് കൂട്ടുകാരുണ്ടായിട്ടുള്ളൂ. അതിന് അല്ലാത്തത് എനിക്ക് കൂട്ടുകാരില്ല. കാരണം എന്താണ്? ആ സ്കൂൾ പഠിപ്പിച്ചത് കൂട്ടുകൂടാനല്ല, തോൽപ്പിക്കാനാണ്. ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ ആ 40 കുട്ടികളെ തോൽപ്പിച്ചുകൊണ്ട് ഒരാൾ മുന്നിലെത്തണം. പരസ്പരം തോൽപ്പിക്കുക എന്നുള്ളത്, പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതല്ല, പരസ്പരം തോൽപ്പിക്കുക എന്നുള്ളതാണ്. അത്തരം ഓരോ സ്കൂളുകളും പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മക്കൾ മാറുമെന്ന് പറയുന്നത്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് വിദ്യാർത്ഥി എന്നല്ല, ആരെ സംബന്ധിച്ചും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അധ്യാപകർ കുട്ടികളുടെ നല്ല സുഹൃത്തുക്കളാകണം. അധ്യാപകരെ ഒന്നും വർത്തമാനകാലത്ത് പിള്ളേർക്ക് വേണ്ട. നല്ല കൂട്ടുകാരിയോ ആകാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷനിൽ രക്ഷപ്പെട്ടുവെന്നാണ്. കാരണം കുട്ടികൾ ആയാലും മുതിർന്നവരായാലും ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കൊള്ളാവുന്ന സുഹൃത്തുക്കളോടാണ് തങ്ങളുടെ മനസ്സ് തുറക്കുന്നത്. തങ്ങളുടെ മനസ്സ് തുറക്കുന്ന, എന്തും പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തായി അധ്യാപകനോ അധ്യാപികയോ മാറാൻ കഴിഞ്ഞാൽ അധ്യാപകനും നന്നായി, കുട്ടികളും നന്നായി. അങ്ങനെയുള്ള കുട്ടികൾ, എന്താണ് ഒരു കുട്ടിയുടെ മുഖം വാടിയിരിക്കുന്നത്? സ്കൂൾ മാനേജരും ചെയർപേഴ്സണുമായ KP ശശികലാദേവി മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ AR ഷീജ സ്വാഗതം പറഞ്ഞു. ഋഷികേശ് വിജയൻ ആമുഖപ്രസംഗം നടത്തി. അനിതാദേവി, C. ചന്ദ്രശേഖരൻ പിള്ള, K. ശ്രീകുമാർ, സുജിത് S, ശ്രീദേവി, ഗോപൻ ഗോപിനാഥ്, ഗിരിജ S, ശ്രീലക്ഷ്മി L, B. ജയ, ബിനു തുടങ്ങിയവർ സംസാരിച്ചു. ചെട്ടികുളങ്ങര ഹൈസ്കൂൾ ഹെഡ് മിസ്സസ് ബിന്ദു R നന്ദി പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. CDNet ന്യൂസ്, കായംകുളം.